എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശിവനും അവരെല്ലാവരും വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ അപ്പുറത്തിരിക്കുന്ന ആളാണെങ്കിലും തട്ടിക്കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറയുകയാണ്. അങ്ങനെ പിന്നെ എന്തായാലും അവർ മൂന്നുപേരും ഇറങ്ങി ചെല്ലുന്നു. കമലയാണെങ്കിൽ അവർ വരുന്നും കാത്ത് നിൽക്കുക തന്നെയാണല്ലോ. അപ്പോൾ വന്ന് കയറിയതും അവരുടെ മുഖത്തൊരു സന്തോഷമൊന്നും കാണുന്നില്ല കേട്ടോ കമല. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത് മൂന്ന് പേർക്കും? എന്താ നിങ്ങളുടെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? പോയ കാര്യമൊന്നും നടന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, ഒക്കെ പറയാം, നീ ആദ്യം കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, തണുത്തത് എന്ന് പറയും കേട്ടോ. അപ്പോൾ കമലയാണെങ്കിലും അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് കമലയ്ക്കാണെങ്കിൽ എന്തായി എന്ന് അറിയാഞ്ഞിട്ട് ഒരു സഞ്ചാരം. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ശിവനാണെങ്കിലും നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ നമ്മളെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. കമല ചോദിക്കുന്നുണ്ട്, എങ്ങനെ പറ്റിച്ചു എന്ന്. അപ്പോൾ ഈ അലീന ആരാന്നാ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ വിചാരിച്ച പോലെ ഒരു പെണ്ണൊന്നല്ല അലീന, അത് ബാലേന്ദ്രന്റെ സ്വന്തം മകളാണ് എന്ന് പറയട്ടോ. അപ്പൊ അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുന്നുണ്ട്. അപ്പൊ ശിവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവന് കല്യാണത്തിന് മുന്നേ ഒരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അതിൽ ജനിച്ചിട്ടുള്ള മകളാണ് അലീന എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളെ ഒരു ഓർഫനേജിന് ഉപേക്ഷിച്ചു. അവള് വളർന്ന് വലുതായി ഒരു പ്രാരാബ്ധം ആവുമെന്ന് അറിഞ്ഞപ്പോൾ ആ ഓർഫനേജിന്റെ നടത്തിപ്പുകാരി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഭീഷണിപ്പെടുത്തി, ഒന്നിൽ അവളെ ഇവിടെ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ മകളുടെ കുടുംബജീവിതം തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ ബാലേന്ദ്രൻ കളിച്ചൊരു നാടകമായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് വൈജ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സഹിക്കും എന്നൊക്കെ കമല ചോദിക്കുകയാണ്. അപ്പോൾ വൈജയ്ക്ക് അവളെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യമില്ല, അവളെ എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ കൊണ്ടുവിടണം എന്നൊക്കെ കമലയുടെ ആങ്ങളെയാണെങ്കിലും പറയുകയാണ് കേട്ടോ. എന്തായാലും വൈജയനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വേണം ഇനി അടുത്ത തീരുമാനം എടുക്കാനെന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ, ഇത് അടയ്ക്കയും കോവയ്ക്കും ജാതിക്കൊന്നുമല്ലല്ലോ, വളർന്ന് വലുതായി നിൽക്കുന്ന ഒരു പെണ്ണല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് അത്രയും മതി എന്ന് പറയുന്നുണ്ട്. വൈജയനോടും കൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാമെന്നാണ് കേട്ടോ അവരുടെ തീരുമാനം. അത് കഴിഞ്ഞ് പിന്നീട് കമല നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് മനുവിനെ വിളിക്കുകയാണ് കേട്ടോ. കമലയാണെങ്കിലും മനു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊല്ലപ്പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മനു ആണെങ്കിൽ. അപ്പോൾ നീ ഇങ്ങനെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനു കമലേനോട് പറയും. അപ്പോൾ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞോ എന്ന് പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീനിനെ നീ ആദ്യമായിട്ട് എപ്പോഴാണ് കണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പം അച്ഛൻ്റെ കൂടെ പോയപ്പോഴല്ലേ എന്നൊക്കെ കമല എന്നെ അങ്ങോട്ട് ചോദിക്കും കേട്ടോ. അപ്പം അതേന്ന് പറയും. അപ്പം നിനക്ക് അതിന് മുന്നേ അവളെ അറിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ അറിയാനാ എന്ന് പറയും കേട്ടോ. അപ്പം അച്ഛൻ അവളെക്കുറിച്ച് നിന്നോട് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും മനുവിനോട്. അപ്പം മനു പറയുന്നുണ്ടായിരുന്നു, അവൾ നല്ല കുട്ടിയാണ്, അവൾക്ക് ഇങ്ങനെ പ്രായമായവരൊക്കെ നോക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞു, മുത്തശ്ശീനെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാനാണെന്നും പറഞ്ഞു എന്ന് പറയും. അത് കഴിഞ്ഞ് മനുവിനോട് കമല പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം ഇങ്ങനെ ബാലേന്ദ്രൻ നമ്മളെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ട് കളിച്ചൊരു നാടകമാണ്, ബാലേന്ദ്രൻ തന്നെ മെനഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടകമാണ് എന്ന് പറയും കേട്ടോ. അപ്പം എങ്ങനെ അങ്കിൾ നമ്മളെയൊക്കെ പറ്റിച്ചു എന്ന് അമ്മ പറയുന്നതെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു തരാടാ നിനക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ശിവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുവിന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് മനു ചോദിക്കുന്നുണ്ടായിരുന്നു, മനു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. ആ, നീ വിശ്വസിക്കേണ്ട, നിനക്ക് ഇങ്ങനെ ബാലേന്ദ്രൻ വലിയ പുണ്യാളനും അലീന ഭയങ്കര പുണ്യാളത്തിയായിരുന്നല്ലോ, നീ ഇങ്ങനെ നേരിട്ട് തന്നെ അവരോട് ചോദിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ഞാനിത് അങ്കിളിനോട് തന്നെ ചോദിക്കും, അങ്കിളിൻ്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കും എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ കോള് കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് മനു ആ ഒരു ദേഷ്യത്തിലാണ് കേട്ടോ വണ്ടിയിലേക്ക് കയറുന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കമലേനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, വണ്ടി ഒന്ന് സൈഡാക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് മനു ആണെങ്കിൽ കടപ്പാട്ടൂരിലേക്കാണ് കേട്ടോ വരുന്നത്. വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ബബിതയാണ് ചെന്ന് ഡോറ് തുറക്കുന്നത്. അപ്പോൾ എല്ലാവരും എവിടെയെന്ന് മനു ചോദിക്കും കേട്ടോ. ആരെയും എവിടെയൊന്നും കാണാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആരെയാണ് കാണേണ്ടത് എന്നിങ്ങനെ മനുവിനോട് ബബിത ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ആദ്യം അലീനയെ കാണണം, പിന്നീട് അങ്കിളിനെ കാണണം, അത് കഴിഞ്ഞ് ആൻറ്റീനെ കാണണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ബബിതയാണെങ്കിലും. അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്കിളും കൈതയ്ക്കൽ വീട്ടുകാരും ഒക്കെ ഇങ്ങനെ തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സുനന്ദ ആൻറ്റിയുടെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ പറയും, എന്താ പുതിയ കഥ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ബബിത നമുക്ക് എന്തെങ്കിലും റോളുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ചില റോളൊക്കെ ഉണ്ട്, ഞാൻ പറയാം, അവരോടൊന്ന് സംസാരിക്കട്ടെ, അലീനയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോഴാണ് വൈജയന്തി റൂമിൻ്റെ ഡോറും തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കും. ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. ഞാൻ അലീനനെ കാണാൻ പോകാനിരിക്കുകയായിരുന്നു പറയുമ്പോൾ, അല്ലെങ്കിലും നീ അവളെ കാണാനാണല്ലോ ഇങ്ങോട്ട് വരുന്നത്, അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അമ്മേനെ കാണാനാണെന്ന പേരും പറഞ്ഞു വരും, ഇപ്പോൾ പുതിയ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചു കാണും എന്ന് പറയും. അപ്പോൾ ഞാൻ അലീനയോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവളെ ഒന്ന് കാണാൻ പോവാണ്, എന്തായാലും കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മനു ആണെങ്കിലും മുത്തശ്ശിയുടെ റൂമിൻ്റെ ഡോറിന് ഇങ്ങനെ തട്ടു കേട്ടോ. അപ്പോൾ അലീന വന്ന് ഡോറ് തുറക്കുന്നുണ്ടായിരുന്നു.
മനു ആണെങ്കിലും റൂമിലേക്ക് കയറിയിട്ട് അലീനയോടൊന്ന് സംസാരിക്കണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെന്തിനാ മനുവേട്ടൻ അനുവാദം ചോദിക്കുന്നതെന്ന്. അപ്പോൾ മനു പറയാണ് അത് വിഷയം അത്രയും പ്രശ്നമായതുകൊണ്ടാണ് എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നീട് കൈതയ്ക്കൽ വീട്ടുകാരും അങ്കിളും കൂടെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ സുനന്ദാൻ്റിയുടെ വീട്ടിൽ വെച്ചിട്ട് എന്ന് പറയും. അത് അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് അലീന പറയുമ്പോൾ ഇപ്പോൾ പരസ്യമായിട്ട് അച്ഛനൊക്കെ വിളിക്കാൻ തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ മനു. അച്ഛനെ അങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞു എന്ന് പറയും. എനിക്കും അതാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നീ ബാലചന്ദ്രൻ അങ്കിളിൻ്റെ മോളാണോ എന്നിങ്ങനെ അലീന എന്നോട് ചോദിക്കുകയാണ് കേട്ടോ മനു ആണെങ്കിലും. അപ്പോൾ അതെനിക്കറിയത്തില്ല എന്ന് പറയും. അപ്പോൾ നിൻ്റെ അമ്മ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊന്നും ഉത്തരം അലീന കൊടുക്കുന്നില്ല. അതൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അച്ഛനോട് ചോദിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്കൊന്നും അറിയില്ല എന്നാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. നീ ഇത്രയും കാലം എവിടെയായിരുന്നു, നിൻ്റെ അമ്മ ആരാ, ഇപ്പം എങ്ങനെ നിന്നെ ഇങ്ങനെ അങ്കിളിന് കിട്ടി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്ക് അറിയത്തില്ല, എല്ലാം അച്ഛനോട് ചോദിക്കണം എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നീട് നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിന്നെ ഞാനല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുകയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ടെൻഷനും കാര്യങ്ങളൊന്നും മനുവേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അത്രത്തോളം ഉണ്ട് എന്ന് പറയുമ്പോൾ നിനക്ക് എന്ത് ടെൻഷനാണ്, നീ ഒരു വേലക്കാരിയായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, എന്നിട്ട് നിനക്കൊരു കുടുംബം കിട്ടി, ഇപ്പോൾ ഒരു അച്ഛനെയും കിട്ടി, സഹോദരങ്ങളെ കിട്ടി, പിന്നെ നിനക്ക് എന്ത് ടെൻഷനാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് മനു ആണെങ്കിലും ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനുവേട്ട പ്ലീസ് എല്ലാം അച്ഛനോട് ചോദിക്കണം, അച്ഛൻ പറയും, അച്ഛന് എല്ലാം അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അലീനയാണെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ് പറയുന്നത്. അപ്പോൾ മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ശരി ഞാൻ അങ്കിളിനെ കണ്ടിട്ട് വരാം എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആ റൂമിൽ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ഭയങ്കര ടെൻഷനിലും സങ്കടത്തിലൊക്കെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ കടയിൽ എന്തൊക്കെയോ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഗോവർദ്ധനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ചെക്ക് എന്തോ മടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ അതൊക്കെ പറഞ്ഞു കൊടുത്ത് കോള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മനു ആണെങ്കിലും അപ്പോഴേക്കും റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഡോറിന് ഇങ്ങനെ തട്ടു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും ആരാന്ന്. അപ്പോൾ ഞാനാണ് അങ്കിളേ എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. ഡോറ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം മനു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്കിൾ എന്തിനാണ് ഈ ഡോറ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്കിളൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് അറ്റാക്ക് എങ്ങാനും വന്നാൽ പിന്നെ എന്താ സംഭവിക്കുകയെന്നറിയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അറ്റാക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാനിപ്പോൾ പുറത്തുനിന്നുള്ള അറ്റാക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറയട്ടെ. അപ്പം അങ്കിളിന് ഇപ്പോൾ ആരെയും വിശ്വാസമില്ലേ അല്ലേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ബാലേന്ദ്രൻ തിരിച്ച് മനുവിനോട് പറയുന്നുണ്ടായിരുന്നു നിന്നെ എനിക്ക് വിശ്വാസമാടാ മനു, നീ വാ എന്ന് പറയും കേട്ടോ. എന്നിട്ട് മനു ആണെങ്കിലും പിന്നീട് അവിടെ ചെയറിൽ വന്നിരിക്കും. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഫ്രസ്ട്രേഷനിലും ടെൻഷനിലുമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അങ്കിൾ ഇങ്ങനെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ എങ്ങനെ ഞെട്ടിച്ചു എന്നാണ് നീ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദ്യം അങ്കിൾ ഇങ്ങനെ അലീന അങ്കിളിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് ഞെട്ടിച്ചു. അത് പിന്നെ അവളെ ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തേത് അവൾ ദത്തുപുത്രിയാക്കി പ്രഖ്യാപിച്ചു, അങ്ങനെ ഞെട്ടിച്ചു എന്ന് പറയട്ടെ. അപ്പോൾ അതേ എന്നിങ്ങനെ ബാലേന്ദ്രൻ അതൊക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മനു പറയും ഇന്നിപ്പോൾ പറഞ്ഞു ഇങ്ങനെ അലീന ഇങ്ങനെ അങ്കിളിൻ്റെ സ്വന്തം മകളാണെന്നുള്ളത്, അപ്പോൾ അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയട്ടെ. അപ്പോൾ നിനക്ക് എന്താടാ അത് വിശ്വസിച്ചാൽ, അത് അവൾ എൻ്റെ മകൾ തന്നെയാണ് അന്ന് എനിക്ക് ഗൾഫിൽ വെച്ചിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് 26 വയസ്സാണ്, അവർക്കാണെങ്കിൽ അന്ന് 40 വയസ്സും, കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. മനു എന്തായാലും ബാലേന്ദ്രൻ പറഞ്ഞ ആ കഥയൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അപ്പം മനു വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ അങ്കിളെ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തന്നെയാട്ടോ മനു പറയുന്നത്. അപ്പം നിനക്ക് എന്താടെ വിശ്വസിച്ചാൽ കൈതയ്ക്കൽ മാളിക വീട്ടിൽ എല്ലാവരും വിശ്വസിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ കുടുംബത്തിനൊക്കെ പറയുന്ന സമയത്ത് മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കുടുംബത്തിനെ കുറിച്ച് പറയല്ലേ എന്ന്. അപ്പം ബാലേന്ദ്രൻ പറയും എന്താടാ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞാൽ, കൈതയ്ക്കൽ മാളിക വീട്ടിലുള്ള ഒറ്റൊരെണ്ണത്തിന് മനസാക്ഷി എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, ഞാൻ ആലോചിക്കുന്നത് നീ എങ്ങനെ അതിനുള്ളിൽ വന്ന് പെട്ടു എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. മനു ആണെങ്കിലും വീണ്ടും ബാലേന്ദ്രൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്കിൾ ഈ പറഞ്ഞ കഥയൊന്നും ഞാൻ എന്തായാലും വിശ്വസിച്ചിട്ടില്ല എന്ന് പറയും. അങ്കിൾ എന്തിനാ ഇങ്ങനൊരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വിശ്വസിക്കില്ല എന്ന് മനു പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് നീ വിശ്വസിക്കേണ്ട, നിന്നെ വിശ്വസിപ്പിക്കണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് പറയൂ കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് മനു ആണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആൻറ്റി ഇതെങ്ങനെ സഹിക്കും, ആൻറ്റി ഒരു പെണ്ണല്ലേ, അവർക്ക് സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ അങ്കിളിൻ്റെ 3 മക്കൾ ഇതറിഞ്ഞാൽ അങ്കിളിനെ എങ്ങനെ കാണണം, കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് അലമ്പായിട്ട് നടന്നിരുന്ന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിലാട്ടോ പറയുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നിങ്ങനെ മനു പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നീ പറഞ്ഞോ മനു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ബാലേന്ദ്രൻ പറഞ്ഞ കാര്യമൊന്നും മനു വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്കിൾ എന്നോടെങ്കിലും സത്യം പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, ശരിയാണ്, നീ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞതെല്ലാം കള്ളം തന്നെയാണ്, അത് ഞാൻ മെനഞ്ഞെടുത്തൊരു കഥ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു കഥ പറയുമ്പോഴും നീ ആലോചിക്കണം, അങ്ങനെ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ സത്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിൻ്റെ വരും വരായ്മകൾ ചിന്തിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ, ഇതിനേക്കാളും നല്ലത് അങ്കിൾ സത്യം തുറന്ന് പറയുന്നത് തന്നെയായിരുന്നു, അതിൻ്റെ വരും വരായിക എന്തായാലും എന്ന് പറയാനുണ്ട്. അപ്പോൾ ആണല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും. അപ്പോൾ അതേന്നിങ്ങനെ മനു തറപ്പിച്ച് പറയും. എന്നിട്ട് പിന്നീട് ഇങ്ങനെ മനുവിനോട് ചോദിക്കുകയാണ്, അന്ന് ഞാൻ ഇവിടുന്ന് 2 ദിവസം മുങ്ങിയ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കട്ടോ. 2 ദിവസം ആരോടും പറയാതെ ബാലേന്ദ്രൻ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മനു പറയും, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്നിട്ട് തിരിച്ച് വന്ന് മൂക്കറ്റം കുടിച്ച് ഇങ്ങനെ അറ്റാക്കും വരുത്തി വെച്ചു, അന്ന് ഹോസ്പിറ്റലായ കാര്യമൊക്കെ ഇങ്ങനെ മനു പറയുമ്പോൾ, അന്ന് ഞാൻ ഇങ്ങനെ കോയമ്പത്തൂർക്കൊന്നല്ല പോയിട്ടുണ്ടായിരുന്നത്, നീലഗിരിയിലേക്കായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെ എന്തിനു പോയതാ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അത് ഞാൻ ഗംഗേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോയതാന്ന് പറയുമ്പോൾ, അതെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ എന്തിനാ അങ്ങോട്ട് പോയതെന്ന് ചോദിക്കും. എനിക്ക് അയാളുടെ മുഖത്ത് നോക്കിയൊരു കാര്യം ചോദിക്കണമായിരുന്നു, അത് ഞാൻ ചോദിച്ചു എന്ന് പറയും കേട്ടോ. വൈജയനെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വൈജ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു, വൈജയന്തി കൈതയ്ക്കൽ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ വൈജയന്തിനോടും ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശിവൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും ഒരു ഞെട്ടലോട് കൂടിയാണ് ഇതെല്ലാം കേട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് മനുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. വൈജയന്തി പ്രസവിച്ച കുഞ്ഞാണ് അലീന എന്നുള്ളതും മനുവിൻ്റെ മുത്തച്ഛനും രാവുണ്ണി മേനോനും കൂടെ കൊണ്ടുപോയി അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മനു ആണെങ്കിലും ബാലേന്ദ്രനെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മനു. എന്നിട്ട് അലീനയോടും ചോദിക്കുന്നുണ്ട്, ഇത് ഞാനല്ലേ ആദ്യം അറിയേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിലും സോറി മനുവേട്ട എന്ന് പറഞ്ഞ് കരയും കേട്ടോ. അപ്പോൾ അലീനനെ അങ്ങ് ചേർത്ത് പിടിച്ച് കരയുകയാണ് മനു ആണെങ്കിലും. രണ്ടുപേരും നിന്ന് കരയുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പ്രമോല്.